കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജൂലൈ മാസം 26-ാം തീയതി 2026 എന്ന വർഷത്തിൽ ദൈവസന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹൗസ് ചർച്ചായി ദൈവസന്നിധിയിൽ കടന്നു വരാൻ കർത്താവ് കൃപ നൽകി. അഖിലാസും പ്രസ്കുല്ലയും ഒരു ഹൗസ് ചർച്ചിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റു പല ഭാഗങ്ങളിലൊക്കെ വീട്ടിലെ സഭയെന്ന് കാണാൻ കഴിയും. ഇനിയുള്ള കാലങ്ങളിൽ കർത്താവിൻ്റെ വരവിൽ പോകണമെങ്കിൽ ഹൗസ് ചർച്ചുകളായിട്ട് കൂടി വരുന്നതാണ് യോഗ്യം, ഉത്തമമെന്ന് എനിക്ക് തോന്നുക. ഞാനങ്ങനെ അങ്ങ് പറയുക. കാരണം പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളൊക്കെ എന്തായി മാറി? സമുദായ പെന്തക്കോസ്തായി മാറി. മാസ്റ്റർ വെട്ടിമല, ബാബു ജോൺ വെട്ടിമല പറഞ്ഞതുപോലെ നേതൃത്വ നിരകളിൽ ഇരിക്കുന്നവരാരും മാതൃകയുള്ളവരായി കാണാൻ നമുക്ക് കഴിയുന്നില്ല. മാതൃക വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന വലിയ സമൂഹമായി അഹരോൻ ലീഡർഷിപ്പിലേക്ക് നമ്മുടെ ലീഡർഷിപ്പൊക്കെ പോയോ എന്നൊരു സംശയം. പ്രമാണം വാങ്ങാൻ ദൈവപുരുഷൻ പോയപ്പോൾ അഹരോൻ്റെ നേതൃത്വത്തിൽ ജനത്തെ കെട്ടടിച്ചു വിട്ടു എന്ന് സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നു. അവസ്ഥയിലേക്ക് മാറിയോ എന്നോ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ്. വലിയ വലിയ മെഗാ ക്രൂസേഡുകൾ, കൺവെൻഷന്, വലിയ ഉപവാസ പ്രാർത്ഥനകൾ, വലിയ വലിയ മെഗാ പ്രോഗ്രാമൊക്കെ നടത്തുന്നു. ആത്മീകമായി ഒരു ഗുണവും ആർക്കും ഇല്ലെന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമായിട്ട് ശേഷിക്കുക. ഇത് 25 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യമായി പറയുന്നു, ചുമ്മാ പറയല്ല. അതുകൊണ്ട് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയവരുടെ മധ്യത്തിലുണ്ടെന്നുള്ള വചനം. അപ്പോൾ വീടുകളിൽ ഇരുന്ന് അപ്പനും അമ്മയും മക്കളും ആരെങ്കിലും കൂട്ടു സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവവചനം ധ്യാനിച്ച് ദൈവരാജ്യത്തിലേക്ക് പോകാൻ ഒരുങ്ങ് എന്നൊരു ബുദ്ധി ഉപദേശം ഈ അടിയൻ നിങ്ങൾക്ക് തരിക. കാരണം സഭകളൊന്നും ആത്മീയ വളർച്ചയ്ക്കും ആത്മീയ വർധനവിനും ആത്മീയ നിറവിനും വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുന്നില്ല. സ്ഥാനമാനങ്ങൾ, പിന്നെ പ്രസിഡന്റ്, സെക്രട്ടറി, റവറന്റ്, ഡോക്ടർ എന്ന് വേണ്ട ഇങ്ങനെയുള്ള വലിയ വലിയ പദവികളിലൊക്കെ ഇരുന്നു കൊണ്ട് അവരിങ്ങനെ അധികാരം നടത്തുകയാണ്. വിശ്വാസികളെ പൗലൂസ് ചെയ്തതുപോലെ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിനെ. അത് നടക്കുന്നില്ലെന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. എനിക്കവരോടും വിരോധമൊന്നുമില്ല, ഒരു സംഘടനയോടും ഒരു വ്യക്തിയോടും ഒരു വിരോധവുമില്ല. പക്ഷേ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണമെന്നുള്ള ആ പൗലൂസിൻ്റെ ശക്തമായ പ്രബോധനം ഇന്ന് സംഭവിക്കുന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത്, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടുകൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന 1-2 സംഭവങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് അതിൻ്റെ പൊള്ളത്തരങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവന്ന് വചന ശുശ്രൂഷയിലേക്ക് പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം, ഇന്നുകൊണ്ട് പത്രോസിൻ്റെ 1-ാം ലേഖനവും 2-ാം ലേഖനവും അവസാന അധ്യായത്തിലേക്ക് വന്ന് നമ്മൾ ആ ലേഖന പഠനങ്ങൾ, പത്രോസിൻ്റെ 1-2 ലേഖന പഠനങ്ങൾ ഇവിടെ വിരാമമിടുകയായി. ഈ 3-ാം അധ്യായത്തോടെ വളരെ മനോഹരമായ പഠനങ്ങളായിരുന്നു എന്ന് പലരും എന്നെ വിളിച്ചും കമൻറ്റ് ചെയ്തുമൊക്കെ പറയാനിടയായി തീർന്നു. അങ്ങനെ പറയുന്നത് നല്ലതാണ്. അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം. തുടർമാനമായി നിങ്ങളത് കേൾക്കണം. സംശയ നിവാരണം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണം. എനിക്കറിയാവുന്ന നിലയിൽ അറിയാവുന്നതൊക്കെ ഞാൻ പറയും. സ്തോത്രം. ആരും തികഞ്ഞവരല്ല, തികയാൻ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. തികഞ്ഞവനായിട്ട് ഒരൊറ്റ മനുഷ്യനും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. പൗലൂസ് എന്താ പറയുന്നത്? ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപുള്ളതൊക്കെ മറന്ന് മുൻപിൻ്റെ ആഞ്ഞ് പറയുമ്പോഴും ഇതിനായി ലാക്കിലേക്ക് ഓടുന്നു. സ്തോത്രം. തികഞ്ഞവനല്ലെന്ന് താൻ തന്നെ പറയുക. നല്ല ലേഖന ഭാഷ നമ്മളൊന്ന് പഠിച്ചാൽ അത് നന്നായിട്ട് മനസ്സിലാകും നമുക്ക്. സ്തോത്രം. ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുക. ഫിലിപ്പിയ ലേഖനം എടുക്കാം. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ആ ഭാഗം വളരെ ശ്രദ്ധേയമാണ്. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം. ഹല്ലേലൂയ.
സ്തോത്രം, സ്തോത്രം. ഇങ്ങനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ലഭിച്ചു കഴിഞ്ഞു വന്നു, തികഞ്ഞവനായെന്നോ അല്ല. 12-ാം വാക്യം മുതൽ ലഭിച്ചു കഴിഞ്ഞു വന്നു, തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. അപ്പൊ പൗലൂസ് തികഞ്ഞവനല്ലെന്ന് പൗലൂസ് തന്നെ പറയുക, തികയാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറയുക. ഇവിടെ മരണശുശ്രൂഷയ്ക്ക് പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ നല്ലപോലെ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. അത് ചുമ്മാ പറയുക. ആ വാക്യം പോലും അറിഞ്ഞുകൂടാത്ത വ്യക്തികൾ മരിക്കുമ്പോഴും അതാ പറയുന്നത്. രക്ഷിക്കപ്പെടാത്ത അനേകർ മരിക്കുമ്പോൾ ഈ വാക്യം പറഞ്ഞതായിട്ട് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ദൈവസന്നിധിയിൽ കാണിക്കുന്ന കൃത്യവിലോപങ്ങളാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കെത്ര എന്ന് കൊരിന്ത്യർ ലേഖനത്തിലൊരു പദമുണ്ട്. അത് നമ്മൾ ഓർത്താൽ നന്ന്. അപ്പോൾ 12-ാം വാക്യം ലഭിച്ചു കഴിഞ്ഞൊന്നും തികഞ്ഞവനായൊന്നുമല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമെന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപുള്ളതൊക്കെ മറന്ന് മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഓട്ടത്തിലാണ്. 12, 13, 14 വാക്യങ്ങൾ ദൈവമക്കൾ കാണാതെ പഠിച്ച് അതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ ഹൃദയത്തിൽ സംഭരിച്ചു കൊള്ളണം. ഈ റവറൻറ്റും ഡോക്ടറും അതുപോലെ വലിയ വലിയ പദവികൾ അലങ്കരിക്കുന്നവരൊക്കെ ഈ വാക്യം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കിക്കോണം. നമ്മൾ തികയാൻ വേണ്ടിയുള്ള ഓട്ടക്കളത്തിലാണ്. അങ്ങനെ പൗലൂസ് ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്താൻ തൻ്റെ ശുശ്രൂഷ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലപ്പുറം ഒന്നും ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെ ചുമ്മാ വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞ്, മനസ്സിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞ്, വായു വരുന്നതൊക്കെ വിളിച്ച് പറഞ്ഞ് ജനത്തെ വഞ്ചിക്കരുതെന്നൊരു മുന്നറിയിപ്പ്. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. ഇവരെയൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ അടിപടലം തെറ്റും. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഇവിടെ നടന്ന 1-2 വിഷയങ്ങൾ എടുത്ത് പറയാൻ സ്തോത്രം പ്രേരണയുണ്ട്. ഒരു ലോകകപ്പ് ജയിച്ചു. ലോകകപ്പിന് വേണ്ടി കിടന്ന് കളിച്ച് അവസാനം സ്പെയിൻ ജയിക്കാനിടയായി തീർന്നു. ലോകകപ്പിലെ ഏറ്റവും വലിയ മുടിചൂടാമന്നന്മാരായ അർജന്റീന കളിയിൽ തോറ്റു. ഇതിനോടനുബന്ധിച്ച് ചില ആത്മീയ കാര്യങ്ങൾ വെളിപ്പെടുത്താനാണ് ഈ വിഷയം പറയുന്നത്. ലോകകാര്യമാണ് എങ്കിൽ തന്നെ കളി തോറ്റു കഴിഞ്ഞപ്പോൾ മെസ്സി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കളിക്കാരൻ, റൊണാൾഡോ, 2 പേരുണ്ട്. റൊണാൾഡോ അങ്ങനെ കരഞ്ഞൊന്നും കണ്ടില്ല. കണ്ടെങ്കിൽ അവരും എടുത്ത് ന്യൂസൊക്കെ എടുത്തിട്ടേനെ. എന്നാൽ ഈ മെസ്സി എന്ന് പറയുന്ന ഈ ചങ്ങാതി ഭയങ്കര കരച്ചിലായിരുന്നു. ഈ ചങ്ങാതിയുടെ കോച്ചായ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, മറന്നുപോയി. അദ്ദേഹം ഇതിനെക്കുറിച്ച് കളിയെക്കുറിച്ച് വിവരിക്കുന്നത് ഒരു ചെറിയ ഡോക്യുമെൻ്ററി പോലെ കാണാൻ കഴിഞ്ഞു. അദ്ദേഹം ഇങ്ങനെ വിവരിച്ച് വന്നപ്പോൾ കിടന്ന് പൊട്ടിക്കരയാനിടയായി. അദ്ദേഹം സംസാരിച്ച സംസാരം പൂർത്തീകരിക്കാൻ കഴിയാതെ ഒരു വലിയ കരച്ചിലായത് മാറി. അപ്പം ഞാൻ ചിന്തിച്ചു, ഇതിനേക്കാൾ വലിയ കരച്ചിൽ കിടക്കുന്നല്ലേ ഉള്ളൂ. കരച്ചിലിൻ്റെ കൂടി പല്ലുകടിയും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. പല്ല് പോയവർക്ക് പല്ല് വരും കടിക്കാൻ. കരച്ചിലും പല്ലുകടിയും വരുന്നുണ്ട്. ഇവിടെ കരച്ചിൽ മാത്രമേ ഉള്ളൂ, പല്ലുകടിയും കൂടിയുണ്ട്. സ്തോത്രം. ഈ ലോകത്തിലെ ഒരു ചെറിയ സംഭവം, ഒരു കളി തോറ്റപ്പോൾ ഇതൊന്നും ഒരു തോൽവിയല്ലെന്നേ. പണ്ട് SLCക്ക് തോറ്റ ഒരു കുഞ്ഞിനെ കിടന്ന് കരഞ്ഞപ്പോൾ ആ കൊച്ചിനോട് ഞാൻ പറഞ്ഞു, കുഞ്ഞെ, ഇതൊന്നും ഒരു തോൽവിയല്ല. ദൈവവചനത്തിൽ പറയുന്ന തോൽവിയുണ്ട്, അതാണ് തോൽവി. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചൊരു ദൈവബദലായി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ തോൽവി, അതാണ് ഏറ്റവും വലിയ പരാജയം. ഹല്ലേലൂയ, സ്തോത്രം. ജയവും തോൽവിയൊക്കെ ആത്മീയ വിഷയത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോക മനുഷ്യർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തോൽവി അടയുമ്പോൾ കിടന്ന് കരയുന്നെങ്കിൽ ഓർത്തോളം ഇതിനേക്കാൾ വലിയ കരച്ചിൽ വരുന്നുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങിക്കൊള്ളണം അവരൊക്കെ. ഹല്ലേലൂയ. യഥാർത്ഥ ജയം എന്താണെന്ന് വചനത്തിലൂടെ 1-2 വാക്കുകളിൽ പറഞ്ഞു പോകാൻ താല്പര്യമുള്ളൂ. 1 യോഹന്നാൻ
4-ാം അധ്യായത്തിൻ്റെ 1, 2, 3, 4 വാക്യങ്ങൾ വായിക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 1, 2, 3, 4 വാക്യങ്ങൾ. ഒത്തിരി വാക്യങ്ങൾ അതിനോടനുബന്ധിച്ച് ഞാൻ വചനത്തിലൂടെ ഒന്ന് ധ്യാനിച്ചെടുത്തെങ്കിലും പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ ഒന്ന് ശോധന ചെയ്യുവീൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശുക്രിസ്തു ജഡത്തിൽ വന്നു. അത് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അവരെ ജയിച്ചുപിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുപിരിക്കുന്നു. ആരെ? ഈ കള്ളപ്രവാചകന്മാരെയും ദുർവാഷ്ടകന്മാരെയും. അടുത്ത, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. എത്ര വരെ വായിച്ചു? 4 വരെ വായിച്ചു. ആ ജയം എന്നുള്ള വിഷയം ഒന്ന് വായിച്ചേ. അവരെ ജയിച്ചു പിരിക്കുന്നു എന്നുള്ളത്, അതാണ് യഥാർത്ഥ ജയം. സ്വത്രം. 1 യോഹന്നാൻ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവര് അതാണ് ജയം. ആരാ ജയിച്ചിരിക്കുന്നത്? കള്ളപ്രവാചകന്മാരെയും ദുരുപദേഷ്ടക്കന്മാരെയും അവരുടെ ഉപദേശങ്ങളെയും മുഖവിലക്കെടുക്കാതെ യഥാർത്ഥ സത്യവചനം പത്യവചനത്തിലേക്ക് നമ്മൾ കടന്നു വന്ന വചനവസ്തുപ്രകാരം ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ജയാളികൾ. അവരെ ജയിച്ചു വിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി അടുത്ത് 1 ജോൺ 5-ന്റെ 1, 2, 3, 4 വാക്യങ്ങൾ ഞാൻ വായിക്കാം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിച്ചവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. 1 യോഹന്നാൻ 5:4 ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ പഠിക്കേണ്ട വിഷയം. യഥാർത്ഥ ജയം എവിടെയാണ് കിടക്കുന്നത്? ഒരു ഫുട്ബോൾ കളിയുടെയോ ഇവിടെ പാറ്റ കൂട്ടങ്ങൾ ഡൽഹിയിൽ വന്ന് സമരം ചെയ്ത് അവരും ജയിച്ചു എന്നും പറഞ്ഞു കിടന്ന് ഭയങ്കര തുള്ളിച്ചാട്ടമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, ദീർഘമാസങ്ങൾ സമരം ചെയ്തിട്ട് അവരും ജയിച്ചു. ഫുട്ബോൾ കളിയിൽ സ്പെയിൻ ജയിച്ചു. ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ ഈ ലോകത്തിലെ കാര്യങ്ങളാണ്. ഇതൊന്നും ജയമല്ല. യഥാർത്ഥ ജയം ക്രിസ്ത്യ ജീവിതത്തിലെ ജയമാണ്. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. സ്തോത്രം. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? ശ്രദ്ധിക്കണേ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അപ്പൊ യഥാർത്ഥമായി ദൈവത്തിൽ നിന്ന് വീണ്ടും ജനനം പ്രാപിച്ചവനാണ് ലോകത്തെ ജയിച്ചവൻ. സ്തോത്രം. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? അപ്പൊ ഈ ലോകത്തെയും ജഡത്തെയും ലോകം പിശാചിനെയും ഒക്കെ ജയിക്കുന്നത് ആരാ? യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ. വിശ്വസിച്ചാൽ മാത്രം മതിയോ? അവൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കണം. അതാണ് യഥാർത്ഥ ജയം. ഒരു ദൈവപൈതലാണ് യഥാർത്ഥമായി ജയിച്ചവൻ. അവനാണ് ജയാളി. ലോകം ജഡം പിശാചിനെ ജയിച്ചവനാണ് യഥാർത്ഥ ജയാളി. അല്ല ഫുട്ബോൾ ജയിച്ചതും മറ്റേ പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കി സമരം നടത്തി അവരുടെ ആശയങ്ങൾക്ക് ആദ്യം വലിയ പ്രതികൂലമായി നിന്നെങ്കിലും പിന്നെ വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കി. അപ്പോൾ ഇവർ വിജയിച്ചു. നല്ല കാര്യം. അതൊക്കെ ഈ ലോകത്തിലെ കാര്യങ്ങളാണ്. ഇതുകൊണ്ടൊന്നും ദൈവമക്കൾ ആരും സന്തോഷിക്കരുത്. അവിടെ സന്തോഷിക്കാൻ നമുക്ക് വകയില്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നതാണ് യഥാർത്ഥ ജയം.
യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുക. ദൈവപുത്രൻ നമുക്ക് തന്ന പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ജയാളികളായി, ആത്മീകമായി ജയാളികളായി തീരുന്നവരാണ് യഥാർത്ഥ ജയം. അവരാണ് ജയത്തെ അവകാശപ്പെടുന്നവരെ. അല്ലാത്ത ജയങ്ങളൊക്കെ വെറും വിധിയാണെന്ന് ദൈവമക്കൾ ഓർത്തുകൊള്ളണം. മെസ്സിയുടെയും കോച്ചിൻ്റെയും കരച്ചിൽ കേട്ടപ്പോൾ ഇവരിത്ര പമ്പര വിഡ്ഢികളായി പോയല്ലോ എന്ന് ഓർത്തുപോയി. മനുഷ്യ രീതിയിൽ അവർ കരയുന്നതായിരിക്കാം. എന്നാൽ നമ്മളും പെന്തക്കോസ്ത് വിശ്വാസികളും കരഞ്ഞവരുണ്ടാകും. അല്ല, ഫുട്ബോൾ പ്രേമം മൂത്ത് തലയ്ക്ക് വട്ടുപിടിച്ച പ്രിയപ്പെട്ടവർ ഒത്തിരി പേരുണ്ടല്ലോ. അതെല്ലാം പേരിൽ പറഞ്ഞ് അടിയുണ്ടാക്കിയവരില്ലേ, വഴക്കുണ്ടാക്കിയവരില്ലേ? ഒരു ഗെയിമായിട്ട് കാണാൻ കഴിയാതെ വെറുതെ ആശയത്തിൻ്റെ പിറകെ പോയി ബഹളങ്ങളുണ്ടാക്കി, ലഹളകളുണ്ടാക്കി എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ജയം എന്താണെന്ന് നമ്മൾ അറിയണം. അത് കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിലെ വിഷയത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു വന്നപ്പോൾ അവിടെ 7 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ അവിടെ ജയിച്ചവരെ കുറിച്ച് പറയുന്നു. വെളിപ്പാട് 2:7, 2:11, 2:17, 2:26, 3:5, 3:12, 3:21. സ്തോത്രം. ഇതൊക്കെ ജയിച്ചവരെ കുറിച്ച് പറയുന്നു. ഇനി അടുത്ത കൊലോസ്യർ 2:14-15 ഒന്ന് വായിച്ചേ. ഇതൂടെ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരിക. കൊലോസ്യർ 2:14-15. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ദൈവപുത്രനായ യേശുക്രിസ്തു കാൽവരി ക്രൂശ് മരണത്തിലൂടെ സാത്താന്യ ശക്തികളെ ജയിച്ചു. അതാണ് യഥാർത്ഥ ജയം. ആ ജയം നമ്മൾ വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കുന്ന നമ്മളാണ് യഥാർത്ഥ ജയാളികൾ. ഇനിയെങ്കിലും പെന്തക്കോസ്തുകാർ ഇതൊന്ന് മനസ്സിലാക്കിക്കൊള്ളണേ. യേശുക്രിസ്തു സാത്താൻ്റെ ശക്തികളെ ജയിച്ചു. തൻ്റെ ക്രൂശ് മരണത്തിലൂടെ സാത്താൻ്റെ ആയുധവർഗങ്ങളെ കീഴെ വെപ്പിച്ചു. ആ വാക്യം ശരിക്കൊന്ന് വായിക്കണം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ദൈവപുത്രൻ യേശുക്രിസ്തു മാനവജാതിക്ക് വേണ്ടി ശത്രുവിൻ്റെ ആയുധങ്ങളെ മുഴുവൻ കീഴ്പ്പെടുത്തി അവൻ്റെ സർവായുധവർഗത്തെ കീഴെ വെപ്പിച്ച് അവനെ പരസ്യമാക്കി, അവനെ പരസ്യമായി തോൽപ്പിച്ച് നമുക്ക് ജയം തന്നു. കർത്താവ് ജയാളിയായി നമുക്കും ജയം തന്നു. ഇതിൽ പ്രത്യേകമായിട്ട് എടുത്തു പഠിക്കേണ്ട വേറൊരു വിഷയം, പിശാചിൻ്റെ ആയുധവർഗം കീഴെ വെപ്പിച്ച് അവനെ തോൽപ്പിച്ചിട്ട് നമുക്ക് ആയുധവർഗം തന്നു. അതിനെക്കുറിച്ച് പെന്തക്കോസ്തുകാർക്ക് യാതൊരു അറിവുമില്ല. സങ്കീർത്തനം പാടി പാട്ടും പാടി നടന്നാൽ ആ അറിവൊന്നും കിട്ടത്തില്ല. പുതിയ നിയമം കുത്തിയിരുന്ന് വായിച്ച് പഠിക്കണം. സ്തോത്രം. നമുക്ക് ആയുധവർഗം തന്നിരിക്കുന്നു. സത്യമരയ്ക്ക് കിട്ടി, നീതി എന്ന വചനം ധരിച്ച് സമാധാന സുവിശേഷ കാലിൽ ചെരുപ്പാക്കി സകല ദുഷ്ടന്റെ ദീപകളെയും കെടുപ്പാന്തക്കൊണ്ട് വിശ്വാസം എന്ന പരിചയം രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും ഏതു നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചും 1 പത്രോസ് 4:1 കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിച്ചുകൊണ്ട്. അപ്പോൾ ഈ ആയുധങ്ങൾ നമുക്ക് തന്നിരിക്കുക. പിശാചിൻ്റെ ആയുധവർഗം കീഴെ വെപ്പിച്ചു. എന്നിട്ട് ക്രൂശിൽ മരണത്തിലൂടെ പിശാചിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി. ആ ജയം നമുക്കും അവകാശമാക്കാൻ നമുക്കും ആയുധവർഗം തന്നിരിക്കുക. ഇതൊന്നും അറിയാതെ പൊട്ടന്മാരെ പോലെ നമ്മൾ ജീവിച്ചാൽ പിശാച് നമ്മുടെ മേൽ ആധിപത്യം നടത്തും. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഭാ നേതൃത്വങ്ങളിലും വിശ്വാസികളിലും ബഹുഭൂരിപക്ഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദുരന്തമാണ്. ഇത് വിളിച്ചു പറയുമ്പോൾ നമ്മൾ പൊട്ടന്മാരായി, നമ്മൾ ദുരുദ്ദേശികളായി. അതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥ ജയമെന്നുള്ളത് ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവ് നമുക്ക് തന്ന ജയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വായത്തമാക്കുമ്പോഴാണ് നമ്മൾ ജയാളികളായി തീരുന്നത്. ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിച്ച് വിജയശ്രീയിൽ ആനന്ദരായി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ വചന കേൾവി മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നു. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായമാണ് നമ്മുടെ പഠനം. സ്തോത്രം. പ്രിയമുള്ളവരെ,
ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് രണ്ടാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളുക. അപ്പോൾ കർത്താവ് അപ്പോസ്തലന്മാരിലൂടെ നമുക്ക് തന്നത് എന്താ? കൽപ്പന. പുതിയ നിയമസഭയുടെ കൽപ്പന, പുതിയ നിയമസഭയുടെ കൽപ്പന അത് ലേഖനങ്ങളിലൂടെ നമുക്ക് തരികയാണ്. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ, കൽപ്പനകൾ, ഇത് ഈ അടിസ്ഥാനപരമായിട്ട് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ തോറ്റ് തൊപ്പിയിട്ടത് തന്നെ. വല്ലയിടത്തും വല്ലതുമൊക്കെ പറയുന്നത് കേട്ട് വിശ്വസിച്ച് പോയാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഈ വചനജ്ഞാനം നമുക്കുണ്ടാകണം. 1 കൊരിന്ത്യർ 14:37 വായിക്കുക. അതിനോട് ചേർത്ത് 1 കൊരിന്ത്യർ 14:37. ഈ വാക്യങ്ങളൊക്കെ മാർമികമായ വാക്യങ്ങളാണ്. വളരെ വിലപ്പെട്ട ആത്മീക യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. എസ്പെഷ്യലി താൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുത്തിന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാകും. അപ്പോൾ പൗലോസ് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പന, അപ്പോസ്തലന്മാർ എല്ലാവരും തരുന്നത് കർത്താവിൻ്റെ കൽപ്പന, മോശ തരുന്ന വചനങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് അവരുടെ കൽപ്പന, നമുക്ക് അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവ് അപ്പോസ്തലന്മാരിലൂടെ നമുക്ക് തരുന്ന പുതിയ നിയമസഭയുടെ കൽപ്പന, മോശയ്ക്ക് മുഖാന്തരം ഇസ്രായേൽ മക്കൾ കൊടുത്തത് ഇസ്രായേൽ മക്കളുടെ കൽപ്പന. ഇപ്പം നമ്മളിപ്പോൾ ഇതും കളഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. ഇത് വേണ്ടെന്നാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തരം തിരിച്ച് പഠിപ്പിക്കാനായിട്ട് ഇന്ന് ആളില്ലെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ വലിയ ഇൻ്റർനാഷണൽ പ്രാസംഗികന്മാർ, സെലിബ്രിറ്റികൾ നമുക്കുണ്ട്, പ്രഗത്ഭന്മാരുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ഓടി നടന്ന് പ്രസംഗിക്കുന്നവരുണ്ട്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും തോരെ പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, പാട്ടുപാടി പാട്ടിലാക്കുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ഇത് തരം തിരിച്ച് കൊടുക്കണം. ഇവിടെ പത്രോസ് ലേഖനം എഴുതാൻ പോലും അറിവില്ലാത്ത, കഴിവില്ലാത്ത പത്രോസ് പറയുന്നത് സ്തോത്രം. ആ 2-ാം വാക്യം, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന. അപ്പം വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനം ഉൽപ്പത്തി മുതൽ മലാഖി വരെ അത് വചനങ്ങളാണ്. അത് ഉൽപ്പത്തി പുസ്തകം മാറ്റിവെച്ചാൽ, സൃഷ്ടിപ്പൻ പുസ്തകം മാറ്റിക്കഴിഞ്ഞാൽ പുറപ്പാട് തൊട്ടാണ് ന്യായപ്രമാണത്തിൻ്റെ ആ പഠനം വരുന്നത്. പുറപ്പാടിലാണ് ന്യായപ്രമാണം കൊടുക്കുന്നത് മോശ മുഖാന്തരം. ആ പുറപ്പാട് തൊട്ട് മലാഖി വരെയുള്ള പുസ്തകം വായിച്ചു പഠിച്ചാൽ ഇസ്രായേൽ ജനത്തിനുള്ള പ്രമാണമാണ്. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച പിതാക്കന്മാരിൽ കിട്ടിയൊരു പഠനം, അതിൻ്റെ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുക. അതിലൊരു വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പഴയ നിയമ പുസ്തകങ്ങൾ അപഗ്രഥിച്ച് നന്നായി വായിച്ച് പഠിച്ചാൽ കർത്താവ് പറഞ്ഞ ഒരു കഷ്ണം വാക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടത്തില്ല. ശ്രദ്ധിക്കണേ ഞാൻ പറഞ്ഞത്. എന്നാൽ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. എന്താ കർത്താവിനെ കുറിച്ച് പറഞ്ഞത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ കർത്താവിനെ കുറിച്ച് പറഞ്ഞതാണ്. പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, പെന്ററ്റൂക്ക്, പഞ്ചഗ്രന്ഥങ്ങൾ, അതിൽ മുഴുവൻ കിടക്കുന്നത് യേശുക്രിസ്തു നിഴലായിട്ട് കിടക്കുക. യഹൂദന്മാർ അറുത്തു കൂട്ടിയ കോടാനുകോടി യാഗമൃഗങ്ങൾ ക്രിസ്തുവിന് നിഴലാണ്. പക്ഷെ കർത്താവ് പറഞ്ഞത് അവിടെ എങ്ങും നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ തപ്പി നോക്കിക്കോ, കിട്ടത്തില്ല. കർത്താവിനെ കുറിച്ച് പറഞ്ഞത് കിട്ടും, കർത്താവ് പറഞ്ഞത് അവിടെ കിട്ടത്തില്ല. കർത്താവ് പറഞ്ഞത് കിട്ടണമെങ്കിൽ പുതിയ നിയമത്തിലേക്ക് തന്നെ വരണം. അതാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്ലാസ് എടുത്ത് ഓർക്കുമ്പോൾ ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. സ്തോത്രം. യോഹന്നാൻ 6:63. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞ വചനത്തിലാണ് ആത്മാവുള്ളത്, ജീവനുള്ളത്. പഴയ നിയമ വചനങ്ങൾക്ക് അതില്ല പ്രിയമുള്ളവരെ. അത് കൊല്ലുന്ന വചനമാണ്, അത് മരണത്തിൻ്റെതാണ്, അത് ഇരുട്ടിൻ്റെതാണ്, അത് ശിക്ഷാവിധിയുടേതാണ്. എടുത്തു പറയാൻ സമയമില്ല. 2 കൊരിന്ത്യർ
3-ാം അധ്യായം ഒരു 5 മുതലുള്ള വാക്യങ്ങൾ അങ്ങോട്ട് വായിച്ചു പഠിച്ചോ. ഞാൻ ഈ പറയുന്ന പദങ്ങളെല്ലാം അവിടെ നിന്ന് കിട്ടും. ആ വചന പരിജ്ഞാനം നമുക്കുണ്ടാകട്ടെ. നമ്മളെല്ലാവരും വലിയ പ്രാസംഗികന്മാരും പണ്ഡിതന്മാരും ഒക്കെയാണ്. പക്ഷേ ജനത്തിനൊരു പ്രയോജനമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യകാരണ സഹിതം കാര്യങ്ങളെ മനസ്സിലാക്കി അവരെ ഗ്രഹിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അവരൊക്കെ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ആരാ ഈ വിച്ഛേദനക്കാർ? പരിച്ഛേദന പ്രസംഗിക്കുന്നവർ, ന്യായപ്രമാണം പ്രസംഗിക്കുന്നവർ. പൗലോസ് പറയുന്നുണ്ട് അവരെല്ലാവരും ന്യായപ്രമാണ തൽപരരാകുന്നു. ഗലാത്യ ലേഖനം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഗലാത്യർ 3:1 എന്താ എഴുതിയിരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായ നിങ്ങളുടെ കൺമുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുക, നിങ്ങളെ ശുദ്ധരം ചെയ്ത് മായ്ക്ക്. എന്താണ് ഈ ശുദ്ധപ്രയോഗം? ഗലാത്യ ദേശത്ത് പോയി നിർമ്മലമായ ക്രിസ്തുയേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും അവൻ്റെ മരണം, അടക്ക, ഉയർപ്പ്, യേശുക്രിസ്തുവിനുള്ള രക്ഷയെക്കുറിച്ച് മനോഹരമായി പ്രസംഗിച്ച് അവിടെ കൂടി വന്ന ജനം ഗലാത്യ സഭയായിട്ട് കൂടി വന്നു. ആ സഭയെ ക്രിസ്തുവിൻ്റെ പ്രമാണം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ചില വക്താക്കൾ യഥാർത്ഥ മാനസാന്തരം പ്രാപിക്കാതെ, ഇന്നും അങ്ങനെയുണ്ടല്ലോ, ഇഷ്ടംപോലെ കിടപ്പുണ്ട് ഇന്നും സഭകളിൽ. മാനസാന്തരം ശരിക്കും വരാത്ത ഇഷ്ടംപോലെ, കടങ്ങൾ മാറ്റി, കഷ്ടത മാറ്റി, കണ്ണീര് തുടച്ച് വീട് മേടിച്ചു കൊടുത്ത്, കാറ് മേടിച്ചു കൊടുത്ത്, ലോറി മേടിച്ചു കൊടുത്ത്, കൊച്ചുങ്ങൾക്ക് അഡ്മിഷൻ മേടിച്ചു കൊടുത്ത്, ജോലി കൊടുത്ത്, ഇങ്ങനെ കൊണ്ടുവന്നവരൊക്കെ കളകളായിട്ടാണ് ദിവസം പഠിപ്പിക്കുന്നത്. സഭകൾ കളകൾ നിറഞ്ഞു കിടക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നല്ല വിത്തും വളരുക. കൊയ്ത്തോളം വളരട്ടെ എന്ന കർത്താവ് പറഞ്ഞത്. കൊയ്ത്ത് കാലത്ത് കളകളെ മുഴുവൻ പറിച്ചു കൂട്ടി കത്തിക്കും, നല്ല വിത്തുകളെ പാണ്ഡികശാലയിലേക്ക് കയറ്റും. അത് കർത്താവിൻ്റെ വരവാണ്. വരവിലൂടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കേണ്ടത് അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന ആ പ്രമാണം, അതാണ് പുതിയ നിയമസഭയുടെ പ്രമാണം. അതവിടെ പത്രോസ് വളരെ ശക്തമായി പറയുന്നത്. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവ് രക്ഷിതവുമായവൻ തന്ന കൽപ്പന. ഞാനിതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ വായിക്കാൻ പോകുന്ന വാക്യങ്ങളൊക്കെ. തിയോഫിലിസേ, അപ്പോസ്തല പ്രവൃത്തി 1:1. ഞങ്ങൾ എഴുതിയ ഒന്നാമത്തെ ചരിത്രം, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം, യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിലാണ് പുതിയ നിയമസഭയ്ക്ക് കൽപ്പന കൊടുക്കുന്നത്. ഇനി ലൂക്കോസിൻ്റെ 1:1 കൂടി ഒന്ന് വായിച്ചാലോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റായ വചനമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. ഇത് തുടർമാനമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. ഇത് പല പ്രാവശ്യം കേൾക്കുമ്പോഴേ ഇതിൻ്റെ മർമ്മം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ശ്രീമാനായ തിയോഫിലിസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഫലമേൽപ്പിച്ചതുപോലെ. അപ്പം ആദ്യം മുതൽ കണ്ട സാക്ഷി ആരാ? ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. 1 യോഹന്നാൻ 1:1 മുതൽ 4-6 വാക്യം വായിക്കുമ്പോൾ ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതും. അങ്ങനെ പറയാൻ ആർക്കാ ഇവിടെ അവകാശമുള്ളത്? ഏത് പാസ്റ്ററിനാ, ഏത് പ്രവാചകനാ, ഏത് സുവിശേഷകൻ അത് പറയാനുള്ള അവകാശമുള്ളത്? ആർക്കുമില്ല. കർത്താവിൻ്റെ കൂടെ നടന്ന് അവനോടുകൂടി തിന്നു കുടിച്ച് നടന്ന ഞങ്ങൾക്ക് പ്രത്യക്ഷനാക്കി തന്നു എന്ന് പ്രവൃത്തി 10 നമ്മൾ കാണുന്നു. അപ്പോൾ കർത്താവിനെ കണ്ടവർ, കർത്താവിൽ നിന്ന് കേട്ടവർ, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടവർ, കേട്ടവർ, കർത്താവ് അപ്പം നുറുക്കി കൊടുത്തപ്പോൾ ഭക്ഷിച്ചവർ, അവരെക്കുറിച്ച് അവിടെ പറയുന്നത്. ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരുമായവർ. വചനത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആരാ? ആദിമ അപ്പോസ്തലന്മാർ. ഇപ്പം ഇന്നത്തെ അപ്പോസ്തലന്മാരോ? അവർ പറയുന്ന ഉപദേശം അതങ്ങനെ തന്നെ പഠിച്ച് ആത്മാവിൽ പ്രസംഗിച്ചാൽ അവരാ ശുശ്രൂഷകന്മാരാണ്. അല്ലെങ്കിലോ അവർ വേറെ ഏതോ അപ്പോസ്തലന്മാരാണ്. അവർ പറയുന്നത് വേറെ ഏതോ സുവിശേഷം. അതിന് പൗലോസ് പിടിച്ച് മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്, മറ്റൊരു ക്രിസ്തു. ഈ നിലയിൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ചു പോകണം പ്രിയമുള്ളവരെ. വളരെ വ്യക്തമായി, കൃത്യമായി, ക്യൂട്ടായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അല്ല സംശയം വിട്ടുകൊണ്ടല്ല പറയുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോകണം. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. ഇന്ന് കാണുന്ന പഠിപ്പിക്കലും പഠനങ്ങളൊക്കെ വചനത്തിൽ നിന്ന് ഒത്തിരി അകന്നു പോകുന്നു എന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അവർ പഠിപ്പിച്ച അതേ രീതി, അതേ പാറ്റേൺ, അതേ വ്യവസ്ഥ
ജനത്തിന് കിട്ടിയില്ലെങ്കിൽ ജനത്തിന് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ കീശ നിറയും. നമുക്ക് കാറ് മേടിക്കാം, വീട് മേടിക്കാം, മറ്റു പല കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ജനം ആത്മീയമായി പണിയപ്പെടത്തില്ല, ജനം വിശുദ്ധീകരിക്കപ്പെടത്തില്ല, ജനത്തിന് ആത്മീയ വളർച്ച ഉണ്ടാകത്തില്ല, ജനത്തിന് ആത്മീയ നിറവുണ്ടാകത്തില്ല, ജനത്തിന് ആത്മീക വർധന ഉണ്ടാകത്തില്ല. അവരിന്നും തത്തക്ക പൊത്തക്ക എന്ന് പറഞ്ഞിരിക്കും. ഞങ്ങളുടെ വീട്ടിലൊരു എസ്ര എന്ന് പറഞ്ഞൊരു കുഞ്ഞുണ്ട്. പറയണ മുഴുവൻ പൊട്ടത്തരങ്ങളാണ്, കാണിക്കുന്ന മുഴുവൻ പൊട്ടത്തരങ്ങൾ. അത് ഇപ്പോഴും അവർ കാണിച്ചുകൊണ്ടിരിക്കുക. മഷിയെല്ലാം എടുത്ത് കയ്യിൽ തേച്ച് കളിച്ചുകൊണ്ടിരിക്കുക. കാരണം കുഞ്ഞാ, അവരെപ്പോഴും കളിക്കണം. ആ കാണിക്കുന്ന മുഴുവൻ ശൈശവാവസ്ഥയാണ്. 1 കൊരിന്ത്യർ 13:11 എന്താ എഴുതിയിരിക്കുന്നത്? ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരീക്ഷിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷമാണ് ശിശുവിനുള്ളത് എന്ത് ചെയ്തത്? ത്യജിച്ചു കളഞ്ഞത്. അപ്പോൾ വളർച്ചയിലേക്ക് വരുന്നില്ലെങ്കിൽ, പക്വതയിലേക്ക് വരുന്നില്ലെങ്കിൽ ശൈശവാവസ്ഥ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് സഭകളുടെ വിശ്വാസികളും ഒരർത്ഥത്തിൽ പറഞ്ഞ ശുശ്രൂഷകന്മാരും മുഴുവൻ ആ അവസ്ഥയിൽ കിടക്കുക. ഇത് കുറ്റമല്ല പറയുന്നത്, സത്യമാണ് പറയുന്നത്. ആരും വിരോധിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. എന്നോട് വിരോധം കാണിച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. 1 കൊരിന്ത്യർ ലേഖനം പഠിച്ചു വരുമ്പോൾ അതിൻ്റെ 1-2 അധ്യായം പഠിച്ചു. ശിശു ആരാ? ജഡികനാ. പൗലോസിൻ്റെ പക്ഷം, കേഫായുടെ പക്ഷം, അപ്പൊല്ലോസിൻ്റെ പക്ഷം, ക്രിസ്തുവിൻ്റെ പക്ഷം, 4 പക്ഷം. അപ്പോസ്തലൻ ഇങ്ങോട്ട് വന്ന ആ പക്ഷം പിടിച്ചത് മുഴുവൻ തല്ലി പൊട്ടിച്ച് ദൂരെ കളഞ്ഞിട്ട്, പൗലോസ് ആര്, അപ്പൊല്ലോസ് ആര്, കേഫ ആര്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം ഇത്രയും വളരെമാറാക്കിയെന്ന് പറഞ്ഞ് ആ പക്ഷം പിടിച്ചവരെ തല്ലി പൊട്ടിച്ച് അവരുടെ ആ ദുരുപദേശത്തെ ഖണ്ഡനം ചെയ്ത് കളഞ്ഞു. ഇന്നോ എൻ്റെ പക്ഷം കുറച്ച് പേരുണ്ടല്ലേ, ചാക്കോപ്പാസിൻ്റെ പക്ഷം ഉണ്ട്, പിന്നെ ജോസഫാസിൻ്റെ പക്ഷം കുറച്ച് പേരുണ്ട്, എന്നാൽ അവരെ കൊണ്ട് അങ്ങോട്ടൊക്കെ പിരിഞ്ഞേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് സഭയുണ്ടാക്കി വചന വ്യവസ്ഥ വിട്ടു പോകുന്ന ഗ്രൂപ്പുകളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ ആ പഠനങ്ങളോ അതിൻ്റെ ആ ടീച്ചിങ്ങോ സഭയിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ.